അപ്പോൾ എല്ലാവരും ഹോം ടൂർ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ ഞാൻ കാർട്ടിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തേക്കാം, പോയിട്ട് കണ്ടിട്ട് വരും കേട്ടോ. നമ്മളിന്ന് സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ഫ്ലോറാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുന്നതിൻ്റെ സൈഡിലുള്ള വോളാണിത്. പകുതി സിമെൻറ്റ് പ്ലാസ്റ്ററും ബാക്കി മഡ് പ്ലാസ്റ്ററുമാണ് ഈ വോളിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളവിടെ കയറി ചെന്ന് ചെറിയൊരു ലാൻഡിങ് വരുമല്ലോ, അവിടെ ആയിട്ടൊരു വോളുണ്ട്. അവിടെ ഞാനിങ്ങനെ ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഹൗസ് വാമിൻ്റെ സമയത്ത് വെച്ച സ്റ്റിക്കറാണ്, പക്ഷേ ഇപ്പോൾ ആകെ നാശമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിക്കർ നിങ്ങൾ ഓൺലൈൻ കാണുകയാണെങ്കിൽ വാങ്ങിക്കണ്ട, അതത്ര ലാസ്റ്റ് ചെയ്യില്ല. ഇനി നമ്മൾ സ്റ്റെയർ കയറി ചെല്ലുന്നത് നമ്മളുടെ മുകളിലത്തെ ലിവിങ് റൂമിലേക്കാണ്. അപ്പോൾ ലിവിങ് റൂമിൻ്റെ ആ ബാക്കിൽ കാണുന്ന വോൾ എന്ന് പറയുന്ന 3 കട്ടിങ്സ് വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് കട്ടിങ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വൈറ്റ് കളറിലുള്ള 3 വോൾ ഷെൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ബേ വിൻഡോ ആണ്, സീറ്റിംഗ് സ്പേസോട് കൂടിയിട്ടുള്ള വിൻഡോ. അത് താഴെ നമ്മൾ ഡൈനിങ് റൂമിൽ കണ്ട വിൻഡോൻ്റെ നേരെ മുകളിൽ വരുന്ന വിൻഡോ ആണ്. അതിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിക്കറും വെച്ചിട്ടുണ്ട്. അതൊരു 5 വർഷമായിട്ട് ഓൺലൈൻ വാങ്ങിയതാണ്. പിന്നെ നമുക്ക് വരുന്നത് ബുക്ക് ഷെൽഫാണ്. അപ്പോൾ ആ ഒരു ഓപ്പൺ സ്പേസ് നമ്മൾ ഫുള്ള് ഷെൽഫാക്കി എടുത്തിരിക്കുകയാണ്. ബുക്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് കൊണ്ടാണ് അടപ്പുണ്ടാക്കിയിട്ടുള്ളത്. താഴെ അതുപോലെ തന്നെ ബുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു കബോർഡ് പോലെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു യെല്ലോ, ഗ്രേ ആൻഡ് ഐവറിയുടെ ഒരു കോമ്പിനേഷനാണ് കളർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചെറിയൊരു വോൾ ഷെൽഫ് റെഡ് കളറിലുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് സ്റ്റഡി ടേബിളോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ടേബിളോ ഒക്കെ വെച്ചിട്ട് വർക്ക് സ്പേസോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ ഒക്കെ ആയിട്ട് മാറ്റാവുന്നതാണ്. പിന്നെ നമ്മുടെ ലിവിങ് റൂമിൻ്റെ വേറൊരു ഭിത്തി വരുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ മഡ് പ്ലാസ്റ്ററാണ്. അത് നമ്മുടെ ലിവിങ് റൂമിൻ്റെ ഒരു ഭാഗമായിട്ടും വരും, അതുപോലെ തന്നെ സ്റ്റെയർ ഏരിയയുടെ ഒരു ഭാഗമായിട്ടും വരും കേട്ടോ. ഇതിൻ്റെ താഴത്തെ നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ അത് സിമെൻറ്റ് വെച്ചിട്ടുള്ള ഒരു വോളാണ്, പക്ഷെ മുകളിൽ വരുമ്പോൾ അത് മഡ് പ്ലാസ്റ്റർ ചെയ്ത വോളാണ്. പിന്നെ ഒരു സൈഡിൽ വരുന്നത് കോർട്ട്യാർഡാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഡെപ്തിലാണ് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല താഴെയാണ് കോർട്ട്യാർഡ് കാണാം. അപ്പോൾ ഇവിടെ സൈഡിൽ കുറച്ച് സിമെൻറ്റൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ റീപെയിൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ റീസെൻ്റ്ലി ടൈലൊന്ന് മാറ്റിയിട്ടിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ നമ്മൾ കോർട്ട്യാർഡിൻ്റെ ഒരു സൈഡിൽ റെയിലിംഗ് ഇങ്ങനെ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് കോർട്ട്യാർഡിൻ്റെ മോൾ പോർഷനാണ്. അവിടെ വന്നിട്ട് ഇതേപോലെയാണ് നമുക്ക് വ്യൂ കിട്ടുക. പിന്നെ മുകളിൽ എയർ ഹോൾസൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിങ്കൽ ബീം വെച്ചിട്ടുള്ളൊരു വിൻഡോ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നല്ല കാറ്റാണ് രാവിലെയൊക്കെ വരുന്നത്. പകൽ സമയങ്ങളിൽ നല്ല വെളിച്ചമാണ്, ലൈറ്റ് ഇടേണ്ട ആവശ്യമേ വരാറില്ല. ഇതാണ് നമ്മൾ ആ ഒരു റെയിലിംഗ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ സോഫയൊക്കെ ഇടാന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത്ര സേഫ്റ്റി അല്ലല്ലോ, റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മൊത്തത്തിൽ റെയിലിംഗ് കൊടുത്തത്. ഫുള്ള് എന്താ പറയുക, സേഫ്റ്റി ആക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ചേഞ്ച് ചെയ്ത ടൈലാണ് കേട്ടോ. അപ്പോൾ ഒരു വുഡൻ ഷെയ്ഡിലുള്ള സെറാമിക് ടൈലാണ് വെച്ചിരിക്കുന്നത്. നേരത്തെ ഇവിടെ നമ്മളുടെ ടെറാക്കോട്ട ടൈൽ തന്നെയായിരുന്നു. ടെറാക്കോട്ടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം തണുപ്പും ചൂടൊക്കെ വരുമ്പോൾ അത് വികസിക്കുകയും ചുരുങ്ങുകയൊക്കെ ചെയ്യും. അതിൻ്റെ റീസണാണോ ഇനി നമ്മൾ താഴെ പരിക്കല്ലും മുകളിലത് പേസ്റ്റിലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല. ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ മുകളിലത്തെ ടൈലെല്ലാം ഇങ്ങനെ പൊങ്ങിപ്പോരാൻ തുടങ്ങി. ലിവിങ് റൂമിലെയും റൂംസിലെയും ഒക്കെ പൊങ്ങിപ്പോന്നു. അപ്പോൾ നമ്മൾ ഇത്തവണ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് സെറാമിക് ടൈലിലേക്ക് അത് മാറ്റി. അപ്പോൾ സെറാമിക് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളത് 2 ബെഡ്റൂംസാണ്. അപ്പോൾ ഇത് നമ്മൾ താഴെ ഒരു ബെഡ്റൂം കണ്ടല്ലോ, അതിൻ്റെ നേരെ മുകളിലുള്ള ബെഡ്റൂം തന്നെയാണ്. സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ. സെയിം രീതിയിൽ ആ വോളിൽ നമ്മളൊരു സ്റ്റിക്കറും അതുപോലെ 3 വോൾ ഷെൽഫും വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി വരുന്ന 2 വോള് മഡ് പ്ലാസ്റ്ററാണ് ചെയ്തിട്ടുള്ളത്. എന്തോ ലൈറ്റിംഗ് ഇഷ്യൂ ആണ് കേട്ടോ ഇത്ര ഡാർക്കായിട്ട് കാണുന്നത്. ഇതാണ് കറക്റ്റ് കളറ്. അവിടെയും ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട്, സീറ്റിംഗ് സ്പേസോട് കൂടിയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഫുൾ കബോർഡ്, അതായത് നമ്മൾ ബാത്റൂമിൻ്റെ ഡോറൊക്കെ ആ കബോർഡിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. ഈ ബേ വിൻഡോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ബേ വിൻഡോ ആണ്. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്, പുറത്തേക്ക് നോക്കി കാണാനൊക്കെ നല്ല പച്ചപ്പാണ്. ഇനി നമുക്ക് ജസ്റ്റ് ബാത്റൂം ഒന്ന് നോക്കാം. നമ്മുടെ കബോർഡിൻ്റെ കൂടെ തന്നെയാണ് ബാത്റൂമിൻ്റെ ഡോറും വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ അവിടെ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും വേർതിരിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴെ ചെയ്തിട്ടുള്ള പോലെ തന്നെ രണ്ടും വേർതിരിച്ചാണ് ചെയ്തിട്ടുള്ളത്.
ഇതായി കാണുന്ന മിററും കാര്യങ്ങളൊക്കെ ഞാനൊരു സെറ്റായിട്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. നല്ല സൂപ്പർ സംഭവമായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. ഈ റൂമിൽ കയറുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഗ്രീനിൻ്റെ ഐവറിയുടെ ഒരു കോമ്പിനേഷനാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വോളിൽ അതിന് മാച്ചായിട്ടുള്ള സ്റ്റിക്കറും പിന്നെ വാൾ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ ഡോറും അതേ കളറാണ്. പിന്നെ വരുന്ന 2 വോള് എല്ലാ റൂമിലെയും പോലെ തന്നെ മാറ്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വോൾ ഫുള്ള് നമ്മൾ കബോർഡും ചെയ്തിട്ടുണ്ട്. അത് കബോർഡ് ചെയ്തിട്ടുള്ളതും ഗ്രീനും ഐവറിയും തന്നെയാണ് കോമ്പിനേഷൻ വരുന്നത്. ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ കബോർഡ് തന്നെയാണ് കേട്ടോ. മിററും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കബോർഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ബാത്റൂം ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ബാത്റൂമും നമ്മൾ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ വേർതിരിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഐവറിയും പിന്നെ ഒരു ലൈറ്റ് സീ ഗ്രീനിൻ്റെ കളറിലുള്ള ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു ടൈൽസ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ജസ്റ്റ് റൂമിനോടൊന്ന് മാച്ച് ആവാൻ വേണ്ടി. പിന്നെ അതായത് മിററും ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഒരുമിച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈൻ വാങ്ങിച്ചതാണ്. നല്ലൊരു യൂണിറ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ റൂംസും ബാത്റൂംസും എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് പുറത്തൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് സ്റ്റീൽ ഡോറാണ് കേട്ടോ. ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഡോറ് പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അകത്ത് അത്രയും നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഇതേപോലെ ഒരു സ്പേസാണ്. ഇത് നമ്മൾ പിന്നീട് എക്സ്ട്രാ ഉണ്ടാക്കിയെടുത്തതാണ്. ടൈലൊക്കെ ഇട്ടിട്ട് സീറ്റിംഗ് സ്പേസൊക്കെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണ്. വീട് പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ നമ്മൾ പോളികാർബൺ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റല്ല കേട്ടോ ഇട്ടിരിക്കുന്നത്. നമ്മളൊരു ബ്രൗൺ കളർ വരുന്ന ഒരു ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ട്രാൻസ്പെറൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മുകളിൽ എന്തെങ്കിലും അഴുക്കൊക്കെ പറ്റിയാൽ പെട്ടെന്ന് താഴെ നോക്കിയാൽ വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബ്രൗൺ ആണ് ഇട്ടത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഇതാ ബ്രിക്ക് എക്സ്പോസ് ചെയ്തിട്ടുള്ള വോൾ തന്നെയാണ് ഇവിടെ. പിന്നെ നമ്മൾ ടെറസിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ പാകത്തിന് ഇതേപോലെ ചെടി നടാനുള്ളൊരു സ്പേസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ ബോഗൺവില്ലയൊക്കെ നട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ പുറത്തുനിന്ന്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ പർഗോളായിട്ടിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഗ്ലാസ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ പെയിൻ്റൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് കേട്ടോ അവിടെ. അതേപോലെ നമ്മുടെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഇവിടെ തന്നെയാണ്. സ്റ്റെയറും പെയിൻ്റൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി പെയിൻ്റൊക്കെ തന്നെയാണ് അടിച്ചത്. പക്ഷെ എല്ലാം വൃത്തികേടായിട്ടുണ്ട് 5-6 വർഷത്തിൽ തന്നെ. ഇത് നമ്മുടെ കോട്ടിയാടിൻ്റെ മുകളിൽ വരുന്ന എയർ ഹോളും പിന്നെ ആ ഒരു ചങ്ങല താഴേക്ക് പോകുന്നതിൻ്റെ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ റൂഫ് ഒന്ന് നോക്കാം. ഇതാണ് കോട്ടിയാടിൻ്റെ മുകളിൽ വരുന്ന റൂഫ്. അപ്പോൾ അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് നമുക്ക് എയർ ഹോളുകൾ കാണാൻ പറ്റും. ഇത് നമ്മൾ പോളികാർബൺ ഷീറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പോളികാർബണാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, ലൈറ്റൊക്കെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് കളക്ട് ചെയ്യുന്ന ആ ഒരു വെള്ളം മാത്രമാണ് ആ ചങ്ങലയിൽ കൂടെ നമ്മളുടെ കോട്ടയാടിലേക്ക് വീഴുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം നമ്മുടെ കോട്ടയാടിലേക്ക് വരികയില്ല, തറയൊന്നും വൃത്തികേടാവില്ല. പിന്നെ നമ്മളിവിടെ 2 റൂഫ് ചെയ്തിട്ടുണ്ട്. 2 റൂമിൻ്റെ മുകളിലായിട്ട് 2 റൂഫ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിൻ്റെ ഉൾഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യമാണെന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ഒരു റൂഫ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥലം കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. നമുക്ക് ഡോറൊക്കെ വെച്ച് ക്ലോസ് ചെയ്തെല്ലാം നമുക്ക് സേഫായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റും. പിന്നെ ഇവിടെ ലൈറ്റ് ഇടാനോ ഒക്കെയുള്ള ഫെസിലിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ട് ആവശ്യം വരുമ്പോൾ. ഇനി ആവശ്യം വന്നാൽ നമുക്കിതൊരു റൂമായിട്ടും കൺവേർട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇപ്പുറത്തെ റൂഫ് കുറച്ച് വലിയ റൂഫാണ്. അപ്പോൾ നമ്മളിവിടെ കുറേ കച്ചറ സാധനങ്ങളൊക്കെ, കച്ചറ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിയുടെ സമയത്ത് ബാക്കി വന്ന സംഭവങ്ങളെല്ലാം ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ അങ്ങനെ ജസ്റ്റ് വലയൊക്കെ അടിക്കാറേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ക്ലീനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്താൽ നല്ലതാണ്. പ്രത്യേകിച്ച് സ്ഥലമൊക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്താൽ വളരെ നല്ലതായിരിക്കും.
ഇതാണ് നമ്മളുടെ വീടിൻ്റെ ചുറ്റുമുള്ള ഒരു വ്യൂ കേട്ടോ. നല്ല ഗ്രീനറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.